നിങ്ങളുടെ ഉടമ്പടിയിൽ നമുക്ക് ഉടമ്പടിയുടെ സ്വാഭാവിക സാധ്യതയാണ് ടൈം ഷോർട്ടനിങ്. ടൈം ഷോർട്ടനിങ് ചില ആൾക്കാർക്ക് സംഭവിക്കാത്തതിൻ്റെ കാരണം ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കേട്ട നല്ല സാക്ഷ്യങ്ങളൊന്ന് ജിനിയുടെ സാക്ഷ്യമാണ്. ജിനിയുടെ വിഷയം നിങ്ങൾക്കറിയാമല്ലോ. ജിനി ആ വിഷയത്തെ എങ്ങനെയാണ് കൗൺട്രാക്റ്റ് ചെയ്യണം നോക്കണം. അതായത് ജിനിയുടെ വിഷയം എന്താ, ആ സാക്ഷ്യം ഒന്ന് കേൾക്കണം കേട്ടോ. അതായത് അവരുടെ എൻഡോമെട്രിസ് എന്ന് പറഞ്ഞ രോഗം അവർക്ക്, അതായത് ഈ കുടലുകളും അതുപോലെ തന്നെ അണ്ഡാശയത്തിൽ സിസ്റ്റ് വളരുന്നു. അപ്പോൾ ഭയങ്കര വല്ലാത്ത വേദനയാണ്, അപ്പോൾ സഹിക്കാനാവാത്ത വേദന. അപ്പോൾ അത് ഹോസ്പിറ്റലിൽ പോകുന്നു, അത് ഓപ്പറേറ്റ് ചെയ്ത് കളയുന്നു. അപ്പോൾ വേദന മാറുമെന്ന് വിചാരിച്ചെങ്കിലും വേദന മാറുന്നില്ല, വേദന പിന്നെ ഇരട്ടിയാകും. അത് പിന്നെ കുറേ നാൾ വേറെ ഹോസ്പിറ്റലിൽ പോകും. അപ്പോഴവർ സ്കാൻ ചെയ്യുമ്പോൾ ഈ സിസ്റ്റും ഗർഭപാത്രവും ചെറുകുടലും എല്ലാം കൂടി ഒട്ടിയിരിക്കുക. അതാണ് ആ വേദന ഇരട്ടിയായത്. അപ്പോൾ അതിനു വേണ്ടി പിന്നീട് ഒരു ഓപ്പറേഷൻ ചെയ്യും. എന്നിട്ട് ഈ കുടലുകളെല്ലാം, കുടലും ഗർഭപാത്രവും അതുപോലെ തന്നെ സിസ്റ്റും ഉള്ള ഗർഭനാളി എല്ലാം മാറ്റും. എല്ലാം മാറ്റുകയല്ല, എല്ലാം വേർപെടുത്തും. പിന്നെയും കുറേ നാളിങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെയും വേദന വരും. വേദന പിന്നെയും കൂടി അപ്പോഴും സഹിക്കാൻ പറ്റാത്ത ഹോസ്പിറ്റലിലാക്കും. പിന്നെ ഒരിക്കലും കൂടി ഓപ്പറേറ്റ് ചെയ്യും. പിന്നെ ഓപ്പറേറ്റ് ചെയ്ത് പിന്നെയും ഒട്ടിയിരിക്കുന്ന കുടൽ മാറ്റും. ഒന്ന് എനിക്ക് ഒരു വ്യക്തിയുടെ വയറിലാണ് ഇതൊക്കെ ചെയ്യണതേ. മാറ്റിയെങ്കിൽ പിന്നെയും അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ വേദന മാറത്തില്ല. പിന്നെ വേദന മാറാതെ അവർ പിന്നെ ആശുപത്രി പിന്നെ ഒരു 6 മാസം മാറുകയാണ്. പിന്നെ ആശുപത്രി മാറും, അപ്പോൾ വേറൊരു ആശുപത്രി പോകും. ആ ആശുപത്രി പോയി കഴിയുമ്പോൾ അവർ പറയും ഇതിങ്ങനെ നമ്മളിങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് പിന്നെ കുടലും ഒട്ടിയിരിക്കണത് മാറ്റി പിന്നെ തുന്നി കെട്ടി പിന്നെയും പുറത്ത് വേദന മാറുന്നില്ല, പിന്നെ ഓപ്പറേറ്റ് ചെയ്ത് കുടലൊട്ടിരിക്കണ മാറ്റി, ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? ഇത് മൊത്തം മാറ്റാമെന്ന് പറയും. അങ്ങനെ ഓപ്പറേറ്റ് വേറൊരു ആശുപത്രി ഓപ്പറേറ്റ് ചെയ്തിട്ട് കുടൽ ഗർഭപാത്രം മാറ്റും, അതുപോലെ തന്നെ ഓവറി മാറ്റും, ഇങ്ങനെ എല്ലാം മാറ്റി അപ്പോൾ ഇനി കുഴപ്പമില്ലല്ലോ. പക്ഷെ അതെല്ലാം വയറ്റിലുണ്ടായിരുന്ന സംഭവം അവർ പറഞ്ഞ വയറ്റിലുണ്ടായിരുന്ന അങ്ങനെ എല്ലാ സാധനവും മാറ്റിയെന്ന്. വേദന വരുമെന്ന് തോന്നണ എല്ലാ സാധനവും മാറ്റിയവർ മാറ്റിയിട്ട് പിന്നെയും 3 ആഴ്ച കഴിയുമ്പോൾ പിന്നെയും പഴയതിനേക്കാൾ ഇരട്ടി വേദനയാകും. അപ്പോൾ അതിനേക്കാൾ ഇരട്ടി വേദനയാകും. അപ്പോൾ പിന്നീട് ഡോക്ടർമാർ പറഞ്ഞു ഇനി ഈ പണിയും പറഞ്ഞുകൊണ്ട് വരരുത്, ഇവിടെ ചെയ്യാനുള്ള എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറയും. പിന്നീട് മാറി അപ്പോൾ 4 കൊല്ലമാണ് 14 ആശുപത്രി പോയി 4 കൊല്ലമാണ് ചിലവഴിക്കണത്. ഈ 4 കൊല്ലം 14 ആശുപത്രി പോയിട്ട് അവസാനം വേദന ബാക്കി, അവയവങ്ങളൊക്കെ വെറുതെ മാറുകയാണ്. പക്ഷെ അതുകൊണ്ട് വേദന പരിഹരിക്കാൻ പറ്റണില്ല. അപ്പോൾ ആരോട് പറഞ്ഞ് കൃപാസനത്തിൽ പോയാൽ പരിഹരിക്കുമെന്ന് പറഞ്ഞു, വേദന മാറുമെന്ന്. അപ്പോൾ അവരതിന് പറഞ്ഞ വാക്ക്, എനിക്ക് മാതാവിൽ വിശ്വാസമുണ്ട് പക്ഷെ കൃപാസനത്തിലൊന്നും വിശ്വാസമില്ലെന്ന്. മാതാവിൽ വിശ്വാസമുണ്ട് പക്ഷെ അതിനിപ്പോൾ കൃപാസനത്തിൽ പോകണമെന്ന് നിർബന്ധമില്ലല്ലോ. നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും മാതാവ് ഉണ്ടല്ലോ, അത് കറക്റ്റാണ്, റീസണബിളായിട്ട് ശരിയാണത്, യുക്തിപരമായിട്ട് ശരിയല്ലേ. അപ്പോഴെങ്കിലും പിന്നെ സഹിക്കാനാവാതെ വന്നപ്പോൾ അവരിവിടെ വന്ന് അവർ പറയണത് എനിക്ക് കയറി മോളിപ്പോയി ഉടമ്പടി എടുക്കാനൊന്നും പറ്റത്തില്ല, കാര്യം എൻ്റെ അവയവങ്ങളൊക്കെ വലിച്ച് പിടിക്കുകയല്ലേ, വേദനയല്ലേ. അത് കാരണം ഞാനീ മരത്തെ ചാരി നിന്നിട്ട് നമുക്ക് വീട്ടിൽ പോകാമെന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഈ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ്, അല്ല ഇവിടം വരെ വന്നില്ലേ, നമുക്ക് ഉടമ്പടി എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഉടനെ ഒരു ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയെങ്കിലും വേദന പിന്നെ വൈകുന്നേരം വന്ന്. അപ്പോഴന്ന് ആദ്യമായിട്ട് അവൾ മാതാവിനോട് സംസാരിച്ച്, അമ്മേ എല്ലാവരും പറയണ കൃപാസനം ചവിട്ടിയ വേദന മാറുമെന്ന്, ഞാനും കൃപാസനം ചവിട്ടി ഉടമ്പടിയും എടുത്ത് എൻ്റെ വേദന എന്താ നീ മാറ്റാത്തതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എൻ്റെ വേദന മാറി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും വേദന തിരിച്ചു വന്ന്, 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും വേദന തിരിച്ചു വരും. അപ്പോഴിവൾ മാതാവിനോട് സംസാരിക്കാൻ പഠിച്ചില്ലേ,
പറഞ്ഞു, അമ്മേ എനിക്കിപ്പോൾ മനസ്സിലായി നിന്നോട് സംസാരിച്ച വേദന നീ മാറ്റുമെന്ന്. അത് ഞാൻ അനുഭവിച്ച 4 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ഞാൻ ഉറങ്ങണത്. അവൾക്കറിയാമല്ല 4 വർഷം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അതിൽ ഉറങ്ങണം. അപ്പം അമ്മേ നിനക്കറിയാം എൻ്റെ വേദന മാറ്റാനറിയാം, പക്ഷേ എനിക്ക് പിന്നെ വന്നത് എന്താണ്, എനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്ന് പറയും. അപ്പോൾ മനസ്സിൽ അമ്മ ഇവരോട് പറയും, നീ എല്ലാവരോടും പറഞ്ഞില്ലേ സാക്ഷ്യം പറയാമെന്ന്, എന്നോട് നീ പറഞ്ഞില്ലല്ലോ സാക്ഷ്യം പറയാമെന്ന്. അത് കേൾക്കണം, നമുക്ക് അറിഞ്ഞു പോകും വാസുതലേ. അത് ശരിയാണ്. അത് കേൾക്കുമ്പോൾ ഫീൽ ചെയ്ത് നമുക്ക് മനസ്സിലാവും, എൻ്റെ ഫീലിംഗ് ലെവൽ ഭയങ്കരമാണ്. എല്ലാവരോടും നീ പറഞ്ഞു ചുറ്റും നടന്ന് ഞാൻ സാക്ഷ്യം പറയാമെന്ന്, പക്ഷെ നീ എന്നോട് പറഞ്ഞില്ല സാക്ഷ്യം പറയാമെന്ന്. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞിരിക്കണം ഞാൻ സത്യമായിട്ട് സാക്ഷ്യം പറയാമെന്ന്. ആ സെക്കൻഡ് വേദന പോകും. പിന്നെ ജിനി പറയണത് വെച്ചാൽ, ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്, എനിക്ക് വണ്ടി പേടിയായിരുന്നു, ഇപ്പോൾ എനിക്ക് വണ്ടി ക്രേസാണ്, ഞാൻ വണ്ടി ഓടിച്ചാണ് പോണത്. എന്നോട് സ്റ്റെപ്പ് കയറുമെന്ന് പറഞ്ഞായിരുന്നു, വലിയ തൂക്കങ്ങൾ ഭാരം എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഞാനിപ്പോൾ വലിയ തൂക്കങ്ങൾ ഭാരമെടുക്കും, സ്റ്റെപ്പ് കയറും, വണ്ടി ഓടിച്ച് പോകും, ഇപ്പം ഞാൻ ഓക്കെ ആയെന്ന് പറയും. ശ്രദ്ധിക്കട്ടെ. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഫെയ്ത്ത് ഇൻ ദ റീസൺ ലെവൽ എന്ന്. ഇപ്പം ജിനിയുടെ ആദ്യത്തെ ഫെയ്ത്ത് ലെവൽ എന്താണ്? റീസണാണ്. കാര്യം എന്താണ്? എനിക്ക് മാതാവിൽ വിശ്വാസമുണ്ട്, നമ്മുടെ പള്ളിയിൽ മാതാവ് ഉണ്ട്, അതാണ് റീസൺ ലെവൽ എന്ന് പറയുന്നത്. പക്ഷേ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് കൃപാസന അമ്മയുടെ തിരുസന്നിധിയിൽ വന്നിട്ട് ഉടമ്പടി എടുക്കണത്. പിന്നീട് ഈ റീസൺ ലെവൽ ലവ് ലെവലായിട്ട് മാറും. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാകും, ഒക്കെ മനസ്സിലാകും. സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോഴൊക്കെ മനസ്സിലാകും സംസാരിക്കാൻ പറ്റിയ ആളാണെന്ന് മനസ്സിലാവും. നിങ്ങൾക്കറിയാവോ എന്തുമാത്രം ആൾക്കാരാണ് മാതാവിന് സംസാരിക്കണം. അവിടെ പ്രാർത്ഥന തന്നെ സ്നേഹത്തിൻ്റെ സംസാരമാക്കി മാറ്റി. അപ്പോൾ അവിടെ ദൈവസ്നേഹം കൂടി ലവ് ലെവൽ വർദ്ധിപ്പിച്ചു. ഇത് ഉടമ്പടി പെട്ടെന്ന് കത്താനുള്ളൊരു മാർഗ്ഗമാണിത്. എന്താണ്? നിങ്ങളുടെ ലവ് ലെവൽ വർദ്ധിപ്പിക്കണം. ലവ് ലെവൽ വർദ്ധിപ്പിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. എന്താ പ്രശ്നം? നിങ്ങളുടെ വെറുപ്പ്, വിദ്വേഷം, പക, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നത, അതെല്ലാം മാറ്റേണ്ടി വരും. പക്ഷെ അതെല്ലാം മാറ്റേണ്ടി വരുമെന്ന് പറയുമ്പോഴേ നിങ്ങൾക്കറിയാമല്ലോ, ക്രിസ്തുവിൻ്റെ വചനങ്ങൾ, ചില വചനങ്ങൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര കഠിനമാണെന്ന്, അല്ലേ? ക്രിസ്തുവിൻ്റെ വചനങ്ങൾ കഠിനമാണ്. കഠിനമല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവസ്നേഹം ഇല്ലാതെ ചില വചനങ്ങൾ ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായി? ക്രിസ്തുവിൻ്റെ വേറെ എന്നെ വിശുദ്ധിയിൽ വളർത്താൻ, എന്നെ കൃപയിൽ ഉയർത്താൻ ക്രിസ്തു വേറെ ഒരു വേഷമായി എന്നെ പരിപാലിക്കുകയാണ്. ഇത് ഭയങ്കരമാണ്. ഇതുകൊണ്ടാണ് നീ ശത്രുവിനെ പോലും ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറയണത്, അല്ലേ? അങ്ങനെ വചനമില്ലേ? ശത്രുവിനെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കട്ടെ മക്കളെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി ശ്രീകയുടെ സുവിശേഷം 5:43 എടുത്തേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 5:43. അയൽക്കാരനെ സ്നേഹിക്കുക, പറഞ്ഞേ, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും. ഇതൊരു ഭയങ്കര ഗോസ്പൽ മെക്കാനിസമാണ്. ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നിങ്ങളെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാക്കുകയാണ്. അല്ലാതെ അവരോട് ക്ഷമിച്ചിട്ട് നാണം കെടുക എന്നുള്ളതിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്, ഇല്ലേ? നമ്മളെ തന്തയ്ക്ക് വിളിച്ച് എൻ്റെ അടുത്ത് പോയി നമ്മൾ പിന്നെ അങ്ങോട്ട് ക്ഷമിക്കാനല്ല പറഞ്ഞിരിക്കണത്. അപ്പോൾ നമ്മൾ ഓർക്കുന്നത് എന്ത് പരിപാടി, അവൻ പിന്നെയും നമ്മൾ കളിയാക്കത്തില്ലേ? അപ്പോൾ നമ്മളെ മാനുഷികതയാണ് നമ്മൾ അവിടെ അഡ്രസ്സ് ചെയ്യണത്. ക്രിസ്തു നമ്മുടെ മാനുഷികത അല്ല അഡ്രസ്സ് ചെയ്യണത്. എന്താ പറയണത്? നിങ്ങളെ അങ്ങനെ ചെയ്താൽ നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ മക്കളായി മാറുമെന്നാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലവ് ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു ശത്രുവിൻ്റെ വേഷം കൊണ്ട് ദൈവം വരികയാണ്. ദൈവം തന്നെയാണത്, മനസ്സിലായില്ലേ? അത് വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആധ്യാത്മിക ജ്ഞാനം വേണം ഈ വിഷയത്തിൽ.
വെച്ചാൽ നമ്മളെ ദൈവ പൈതലാക്കാൻ വേണ്ടി എന്താ ചെയ്തത്? ദൈവം എന്ത് വേഷം കെട്ടാനും തയ്യാറാണ്. അതിലൊരു വേഷമാണ് ശത്രുത എന്ന് പറയണത്. നിങ്ങൾ ചണ്ട കൂടുന്ന വേഷം. ചിലപ്പോൾ അതിൻ്റെ അകത്ത് ജ്ഞാനപരമുള്ളവൻ. അതുകൊണ്ടാണ് ക്രിസ്തു മിണ്ടാതിരിക്കും എപ്പോഴും കുരിശിൽ പോരും. എന്താ കാര്യം? ഇതെല്ലാം പിതാവാണെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. ഈ കുരിശിലുള്ള പീഡകളെല്ലാം പിന്നിലെല്ലാം പിതാവിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ തന്നോട് ആവശ്യപ്പെട്ടുകൊണ്ട് പിതാവിൻ്റെ അദൃശ്യമായ സാന്നിധ്യം ഇതിന് പിന്നിലുള്ളത് കൊണ്ടാണ് അവൻ കൊല്ലാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ മൗനനായിരുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്താണ് ഇങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണ്? എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങളുടെയൊക്കെ കുടിക്കാൻ തന്നു. അപ്പോൾ അവരോട് ചോദിക്കും, അവർ ഈശോയോട് ചോദിക്കും, നിന്നെ എപ്പോഴാണ് വിശക്കുന്നതിനെ കണ്ടത്? എൻ്റെ ഏറ്റവും എളിയവനിൽ നീ കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അപ്പോൾ ഈ ശത്രുവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ഈ ശത്രുതയല്ലേ ഏറ്റവും കൂടുതൽ എന്നെ ഹർട്ട് ചെയ്യണത്. അപ്പോൾ അതിനെ അതിലംഘിച്ചുകൊണ്ട് ഞാൻ ദൈവസ്നേഹം കൊടുക്കുമ്പോൾ ഞാൻ ദൈവപൈതലായിട്ട് ഗ്രേഡറ്റ് ചെയ്യുകയാണ്. എന്താ കാര്യം? നിത്യത കണ്ടുകൊണ്ടാണ് വചനങ്ങളെല്ലാം കഠിനമാക്കി വെച്ചിരിക്കുന്നത്. നിത്യതയുടെ ഒരു വാട്ടർ മാർക്ക് എല്ലാ വചനങ്ങളിലും ഉണ്ട്, പ്രത്യേകിച്ച് കടുപ്പമുള്ള വചനങ്ങളിൽ. ഒരു വചനം കടുപ്പമാണ്. ഇപ്പം നിനക്ക് ക്ഷമിക്കാൻ പിന്നെ എൻ്റെ പട്ടി പോകും അവളുടെ അടിച്ചതിൻ്റെ അടുത്ത്, ഞാൻ അവളെ എൻ്റെ അടിച്ചതിൻ്റെ അടുത്ത് കയറത്തില്ല, പിന്നെ എൻ്റെ പട്ടി പോകും ക്ഷമ ചോദിക്കാന്നൊക്കെ നല്ല കാര്യമാണ്. നിങ്ങൾ അങ്ങനെ തന്നെ പറയണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ക്ഷമിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കരുത്. നിങ്ങൾ വ്യഭിചരിക്കുന്നവരാണ്. ഇപ്പോൾ ഒരു സിനിമാ നടൻ മരിക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയ പറയണത് എന്താണ്? ആ വൈഫ് തന്നെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, അയാളുടെ കൂട്ടത്തിൽ ഞാനൊരു മൂന്നാമത്തെ ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അങ്ങനെ ഓരോ രീതി ജീവിക്കാൻ പറ്റും. ആരും നിങ്ങളുടെ കയ്യിലും കാലിലും പിടിക്കത്തില്ല. എന്നിട്ട് എവിടെയും പോയി മരിക്കാം, എവിടെയും പോയി അടക്കാം, ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ബൈബിള് അവസാനിക്കുമ്പോൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി മുതലേ കക്കുന്നവൻ കക്കുന്നവനായിട്ട് തന്നെ നിൽക്കട്ടെ. ദൈവത്തെ ഓർത്ത് കാലെ പിടിക്കുക. നിങ്ങൾ ആരും മാനസാന്തരപ്പെടരുത്. Take the word of God 22 വെളിപാട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വെളിപാട് 22:11. വെളിപാട് 22:11. അനീതി ചെയ്തിരുന്നവൻ പറഞ്ഞേ, അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. കൈയടിച്ച് ചെയ്തു കൊള്ളട്ടെ. ഹല്ലേലൂയ. എങ്ങനെയുണ്ട് പരിപാടി? കേട്ടോ ബൈബിള് തീരാൻ പോകുകയാണ്. ലാസ്റ്റ് വാക്കുകളാണ്. എന്താണ്? അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ. നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ. വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ലാസ്റ്റ് സമയത്തിൻ്റെ അവസാനം ആരെയും മാനസാന്തരയ്ക്ക് വിളിക്കാത്ത ലോകത്തിലെ ഒരേ ഒരു പുസ്തകമാണ് ബൈബിൾ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കുറേ പേര് ബ്രാൻഡഡ് ആയിരിക്കുകയാണ്. അവൻ മാനസാന്തരപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാര്യം അത് വരപ്രസാദമാണ്. മാനസാന്തരം ദൈവം നിങ്ങൾക്ക് നൽകുന്ന മനസ്സലിവാണ്. കഠിനമായ മനസ്സുള്ളവർ കഠിനമായിട്ട് തന്നെ പോകട്ടെ എന്ന് പറയും. കഠിനമല്ലാതെ മനസ്സലിവുള്ളവൻ മനസ്സലിവുള്ളവനായി നിൽക്കട്ടെ, ഇനി സമയമില്ലെന്ന് പറയും. എല്ലാ മനുഷ്യരുടെ മുന്നിൽ ഈ സമയമില്ലാത്തൊരു സമയം വന്നിട്ട് പറയും, ഡോണ്ട് റിപ്പീറ്റ്, ഡോണ്ട് കൺട്രേറ്റ്, ഡോണ്ട് ഹാവ് കൺട്രീഷൻ, ഡോണ്ട് റിപ്പൻറ്റ്. എന്നെയും നിൻ്റെയും മുഖത്ത് നോക്കി ദൈവം എന്നെങ്കിലും ഇനി മാനസാന്തരപ്പെടരുതെന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമാകും. അപ്പോഴേ ഇതൊരു സമയമാണ്. മാനസാന്തരം ഒരു സമയമാണ്. ഹൃദയത്തിൻ്റെ അലിവ് ഞാൻ എപ്പോഴും ഓർക്കുകയും ഒരു പുരോഹിതൻ ബൈബിളിൽ കഥ പറയുമ്പോൾ കർത്താവ് അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ, നിത്യതയുടെ വാട്ടർ മാർക്കിനെ വെക്കും. നിത്യതയുടെ ഒരു ജലമുദ്ര വെച്ചിട്ടാണ് ബൈബിൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓരോ കഥ പറയുമ്പോഴും അതിൻ്റെ അകത്ത് ഈ നിത്യതയുടെ വാട്ടർ മാർക്ക് കാണാം. എന്താ പറയണത്?
ഒരു മനുഷ്യൻ ചോദിച്ചു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഈശോ പറഞ്ഞു, നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കണത്? അപ്പോൾ അവരെന്ത് പറയും? എല്ലാത്തിനേക്കാളും ഉപരി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലും നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. എന്നാൽ നീ പോയി അതുപോലെ ചെയ്യുക. അപ്പം അവൻ ചോദിക്കും, തിരിച്ചു ചോദിക്കും, ആരാണ് എൻ്റെ അയൽക്കാരൻ? അപ്പോൾ ഈശോ പറയും, ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. കള്ളന്മാരുടെ കൈ അകപ്പെട്ടു. അവൻ്റെ വസ്തുവകൾ അടിച്ചു മാറ്റിയിട്ട് അവനെ മൃതപ്രായനായിട്ട് വഴി തള്ളി. ആ വഴിക്കൊരു ലെവയം പോയി, ആ വഴിക്കൊരു പുരോഹിതൻ പോയി. രണ്ട് കക്ഷികളും അൾത്താരയുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടിയാണ്. ലെവയനായാലും ശരി, അവരിൽ നിന്നാണ് പുരോഹിതനുണ്ടാകുന്നത്. അപ്പോൾ ഈ കർത്താവിനോട് അടുത്ത ശുശ്രൂഷ ചെയ്യുന്ന രണ്ട് കക്ഷികളെ ഈശോ കഥയിൽ കൊണ്ടുവരികയാണ്. എന്നിട്ട് കർത്താവുമായിട്ട് ഒരു അടുപ്പമില്ലാത്ത ഒരു സമറിയാക്കാരനെ കൊണ്ടുവരും. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് കക്ഷികളും എണ്ണയുമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. പുരോഹിതൻ എണ്ണയുമായിട്ട് കൈകാര്യം ചെയ്യുന്ന സദോക്ക് പുരോഹിതനാണ് സോളമനെ എണ്ണ ഒഴിച്ച് വാഴിച്ച ആളാണ്. പുരോഹിതന് എണ്ണ കൈകാര്യം ചെയ്യേണ്ട ആളാണ്. ലെവയ പുരോഹിതനും അൾത്താറ എണ്ണ കൈകാര്യം ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈ രണ്ട് കക്ഷികളുടെ എണ്ണയില്ല. ഇനി ദൈവവുമായിട്ട് ബന്ധമില്ലാത്തൊരു മനുഷ്യന് എണ്ണയും കൊണ്ട് വരുന്നുണ്ട്. അവൻ്റെ പേരെന്താണ്? സമറിയക്കാരൻ. അവൻ ഇവനെ കണ്ടു, അടുത്ത് ചെന്നു എന്ന് ബൈബിൾ എന്നിട്ട് പറയും, അവൻ്റെ മനസ്സലിഞ്ഞു വന്നു. ശ്രദ്ധിക്കട്ടെ. എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവന്റെ മുറിവുകൾ വച്ചുകെട്ടി തന്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. ലൂക്കാസ് സുവിശേഷം 10:33 എന്താ പറയുക? അവൻ്റെ അടുത്ത് ചെന്ന് മനസ്സലിഞ്ഞു വന്നു. എൻ്റെ മക്കളെ, ഉടമ്പടി എടുത്ത കൊണ്ട് നിങ്ങൾ രോഗികളെ കാണുന്നു, പക്ഷെ മനസ്സരിയാതെ കാണാൻ പറ്റുമോ? മനസ്സായില്ല? ഈ ഉടമ്പടി എടുത്തുകൊണ്ട് നിങ്ങൾ രോഗികളെ കാണുന്നു, അതുപോലെ തന്നെ ഓർഫണേജിൽ പോകുന്നു, വൃദ്ധസദനത്തിൽ പോകുന്നു, അവിടെ ഉടുപ്പലക്കുന്നു. പക്ഷേ എങ്ങനെയെങ്കിലും ദൈവം ഒന്ന് പ്രസാദിച്ച് എനിക്ക് ആ PR ഒന്ന് കിട്ടിയാൽ മതി. അതാണ് വിഷയം. അതിനകത്ത് വരുന്ന വിഷയം ഇതാണ്. പക്ഷെ അതിന് വേണ്ട കണ്ടന്റ് എന്താണ്? ഈ മനസ്സലിവാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് ഉടമ്പടി പ്രകാരം ദൈവസ്നേഹത്തോടെ എല്ലാ ദീനക്കാരിലും അങ്ങേ കാണുമ്പോൾ മനസ്സലിയാൻ എന്നെ സഹായിക്കണം. മനസ്സലിവ് ആദ്യം ഉണ്ടായത് ആർക്കാണ്? ഈശോയ്ക്കാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ജനത്തെക്കൂട്ടത്തെ കണ്ടപ്പോൾ അതിന് അനുകമ്പ തോന്നി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. മത്തായി 9:36 ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. ഈ അനുകമ്പ, മനസ്സലിവ്, ഒരു സൽപ്രവൃത്തിയെ ക്രിസ്തുവിൻ്റെ കൃപാപര പ്രവൃത്തിയാക്കി മാറ്റുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ നിലവാരം സ്വീകരിക്കുമ്പോഴാണ്. അപ്പോൾ മാത്രമേ താഴെ വരാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ഒരു സൽപ്രവൃത്തിയെ കൃപാപര പ്രവൃത്തി ആക്കണത്, അത് ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ നിലവാരത്തിലേക്ക് നമ്മുടെ മനസ്സ് നിലവാരപ്പെടുമ്പോഴാണ് ശരിക്കും. പതറിയണമെങ്കിലേ എന്ത് ചെയ്താലും, ഇപ്പം ഞാൻ നിങ്ങളെ പത്രവും കൊടുത്ത് വിടും, ഭയങ്കര ഓരോരുത്തർ പറയും. അതായത് ലോകം മുഴുവൻ സുവിശേഷം ക്രിസ്തുവിനെ കൈമാറുന്ന സഭയിലെ ഏറ്റവും വലിയ ഒരു സംരംഭമാണിത്. ഇത് വെറുതെ കിട്ടിയൊന്നുമല്ല. 4 വയസ്സ് മുതൽ ഈ കക്ഷിയുടെ പുറകെ നടന്ന് കിട്ടിയതാ. എങ്ങനെയാണ് ദൈവമേ സുവിശേഷ വേല ചെയ്യേണ്ടത്, അതിന് പട്ടക്കാരനായ പറ്റുമെന്ന് എനിക്കൊരു ബോധം ഉണ്ടായിരുന്നു 10ാം ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോഴൊക്കെ. അതിനുശേഷം പട്ടക്കാരനായതിനു ശേഷവും
പിന്നെയും ബാക്കി കർത്താവെ സുവിശേഷ വേലയെക്കുറിച്ച് പിന്നെയും എനിക്ക് ഇതല്ല, ഈ ശങ്കരാചാര്യ പറഞ്ഞ പോലെ നേതി ഇതല്ല ഇതിൻ്റെ അപ്പുറത്തുണ്ടെന്ന്. അങ്ങനെ അപ്പുറത്തുള്ളതിനെ അന്വേഷിച്ചപ്പോഴാണ് കർത്താവ് നമ്മളെ ഉടമ്പടി വരെ എത്തിയത്. നിങ്ങളിന്ന് എന്തുമാത്രം പ്രേക്ഷിതരാണ് ഉള്ളത്. പക്ഷേ പ്രേക്ഷിതരെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പത്രം കൊണ്ടൊരു മനുഷ്യൻ്റെ മുമ്പിലേക്ക്, ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ മുമ്പിലേക്ക്, അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾ തന്തക്ക് വിളിക്കുമെന്ന് ആദ്യമേ നിങ്ങൾ കരുതണം. കാര്യം അവർക്ക് അവിടെ നിന്ന് തന്തക്ക് വിളിക്കാതിരിക്കുന്നത് ആരായിരിക്കും? അവരായിരിക്കല്ലേ, ക്രിസ്തു തന്നെയായിരിക്കും. പോരെ, പണിയായം. കാര്യം വചനം അങ്ങനെയല്ല പോണത്. നിങ്ങളെ ഉപദ്രവിക്കുന്നവരിൽ ആരെ കാണുമെന്നാണ് പറയണത്? ക്രിസ്തുവിനെ കാണണം. എന്നിട്ട് എന്താ കാണണത്? ഈ മനോഭാവം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ എളിമപ്പെടണം. അല്ലാതെ അവരെയും തന്തക്ക് വിളിച്ചിട്ട് പോരരുത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഫിലിപ്പിയർ 2:6. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഫിലിപ്പി 2:5 മുതലുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം, പറഞ്ഞ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിൽ അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. ഈ ആകൃതിയും മനുഷ്യനെ പോലെ ആയി കാണപ്പെട്ടു എന്നുള്ള മനുഷ്യാവതാരം തുടരുകയാണ്. എന്താ കാര്യം? പല മനുഷ്യന്മാരും നമ്മളോട് ക്രിസ്തുവിൽ വളരൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പീഡിപ്പിക്കുകയും ഞെരുക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറയണത്? ബുദ്ധിയും ബോധമുള്ളവൻ ആഹ്ലാദിച്ചുല്ലസിക്കുവൻ. എന്താ കാര്യം? സ്വർഗ്ഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും. ശ്രുതികട ഹല്ലേലൂയ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ.